ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പശു നമ്മളെ കണ്ടത് ചുരത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. പശുക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കുള്ള സമ്മാനം കറക്റ്റ് നീ വന്നപ്പോഴാണ് വളമിട്ട്. അപ്പോൾ പാല് കറക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ പായൊന്നും ഉപയോഗിച്ച് നോക്കൂ. ഞങ്ങൾ വളം വാരാനുള്ള പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. ഇതെൻ്റെ പശുക്കുട്ടിയാണ്, ഇതെൻ്റെ പശുക്കുട്ടിയാണ്. കുഞ്ഞു നോക്ക്, പാല് കുടിക്കാൻ നീ വന്നാൽ റെഡിയായി. കുഞ്ഞു വാ, കുഞ്ഞു നക്കി കയ്യിൽ. നീ വാടി വാടി നമ്മുടെ കുഞ്ഞ്, ഇത് ഞങ്ങളുടെ കുഞ്ഞാപ്പിയാണ്. കുഞ്ഞ് പാല് കുടിച്ചാൽ റെഡി. അല്ല അമ്മണി കുഞ്ഞു. അപ്പു കൈക്കോട്ട് നിലത്ത് വയ്ക്കാൻ സമയമില്ല, വളം ഇട്ടുകൊണ്ടിരിക്കാനുണ്ട്. അപ്പം നമ്മൾ ഈവനിങ് പാല് ഇറക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയാവൂ? എന്തായിരിക്കും? അകടിലെ നീര് കുറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മളുടെ ഹാപ്പി ന്യൂസ്. ഡി അമ്മ അപ്പം അയച്ചു വിട്ടേ. മാറ. ആ, ഇവള് പാല് കുടിക്കണോ കേതിയാണെന്ന്. ആദ്യം മാറ്റണ്ട്. അത് കുടിച്ചോട്ടെ, ഇനി എന്തായാലും അഴിച്ചു വിടല്ലേ. അവള് സമയായില്ലോ. അപ്പോ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നേ. ഇല്ല, വൈകും. അതാ അമ്മ പശു ഇവിടെ നിൽക്കണ്ട്, കുഞ്ഞു പശു ഇതാ നിൽക്കണ്ട് കേട്ടോ. എന്താണ് അവള് കുട്ടീനെ കുടിപ്പിക്കുന്ന പറയുന്നത്. കുടിപ്പിക്കാട്ടാ. അപ്പോൾ അഴിച്ചു വിട്ട്. ഇതെങ്ങനെയാ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്? ഇതെങ്ങനെ അഴിക്കുക? ഡബിൾ കെട്ട്. അപ്പോൾ പാൽപാത്രമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അമ്മ പശു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് കുടിപ്പിക്കുക. ഇത്തിരിയും കൂടെ നീരുണ്ട് കേട്ടോ, കുറച്ചും കൂടെ അയ്യാനുണ്ട്. എന്നാലും ആ കാമ്പിൽ നീര് കുറച്ച് വിട്ടിട്ടുണ്ട് അല്ലേ. ഓ, അഴിച്ചു വിടാം കേട്ടോ. കുഞ്ഞ് ദി ഇവൾക്കില്ലേ പോവാൻ ധൃതി കഴിഞ്ഞാൽ പിന്നെ ഇവള് വിളിച്ചാലേ വലിയ ഡീ ഇവൾക്കൊന്ന് വിരക്കുള്ള കൊടുത്തിട്ടുണ്ട്. ഇവളുടെ കുടവയറ് ഉറയ്ക്കാൻ വിരശല്യം ഉണ്ടെങ്കിൽ കുടവയറ് ഇറങ്ങും. അപ്പോൾ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് ഇന്ന് രാവിലെ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഈവനിങ് അല്ല, ഉച്ച സമയത്ത് നമ്മുടെ പാല് ഇറക്കാൻ ഉള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ പാൽപാത്രമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അപ്പോൾ തന്നെയാണ് പാല് ഇറക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു പശുവും അമ്മിനി പശുവും. കുഞ്ഞി വാ. അവളുടെ ഫേസ് ഭയങ്കര ക്യൂട്ടാണ് കുഞ്ഞിൻ്റെ. അപ്പോൾ കുഞ്ഞു പശുവിന് നല്ല ഇഷ്ടമാണ്. കുഞ്ഞ് ഇതാടാണ് ഫോണിലെ, കുഞ്ഞു പശുവിൻ്റെ മൂക്കിലൊക്കെ നോക്കി കറുത്ത പുള്ളികൾ. എനിക്ക് തോന്നാറുണ്ട് ഈ അമ്മ പശുവിൻ്റെ കുട്ടി തന്നെയാണോ ഈ കുഞ്ഞു പശു എന്നൊക്കെയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇല്ല കുഞ്ഞു പശുവാണ് കുഞ്ഞു പശു. ആ, അവൾ ഫോണിലൊന്ന് നോക്കണം കേട്ടോ. അവളെ കാണുമ്പോൾ അവൾ നോക്കണേ. ഈ ആൾ പുല്ലിയാണടി. കുഞ്ഞു പശു വേണ്ട. നമ്മളെ പോത്തിനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പോത്തിൻ്റെ ലാസ്റ്റ് പ്രൈസാണ് നമ്മൾ പറയണത്. നമ്മൾ ശരിക്കും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് തന്നെ. കാരണം നമുക്ക് ഇവരെല്ലാവരും കൂടെ നോക്കാനുള്ള ചെറിയ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് പാൽപാത്രമൊക്കെ ആയിട്ട് റെഡിയായി. മെസ്സിയേട്ടൻ പാലിറക്കാൻ വന്നിട്ടുണ്ട്. കുറേ ക്ലീൻ ചെയ്യും. അപ്പോൾ ഹൈജീൻ ബേബിയാണ്. അവള് പാല് ഇറക്കാൻ നിന്നേരപ്പോ. കുഞ്ഞു വേണ്ട. കുഞ്ഞുവിൻ്റെ നെറ്റിയിലും അവളുടെ നെറ്റിയിലും ഇതേപോലെ വെള്ളയുണ്ട് കേട്ടോ. കുഞ്ഞുവിനിപ്പോൾ പാല് കുടിക്കണം. കുഞ്ഞു അതിനു വേണ്ടി നോക്ക് നാട്ടൊക്കെ നുണച്ച് നിൽക്കുകയാണ്. അപ്പോൾ കലാപരിപാടി ആരംഭിക്കാം. ഞാൻ ഇവിടെ വന്ന് അകിടൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ഒന്നും ചെയ്തൊന്നുമില്ല.
അപ്പോൾ രാവിലെ ഇവിടെ ഇരുന്നിട്ട് കറന്നു പറഞ്ഞു. ഞാൻ മിക്കു എണീറ്റിപ്പോൾ മിക്കുവിനെ ഉറക്കാൻ വേണ്ടി പോയിട്ട്, അതുകൊണ്ട് ഇന്ന് എൻ്റെ സഹായമില്ലാതെ അപ്പോൾ ഒറ്റയ്ക്കാണ് പാല് കറന്നുണ്ടായിരുന്നത്. അപ്പോൾ പശുക്കൂട്ടിനെ അയച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇതെന്ത് കെട്ടാ കെട്ടിയിരിക്കണമെന്ന് എനിക്കറിയില്ല. ഇതെന്ത് എങ്ങനെ ഉദ്ദേശിച്ച് കെട്ടിയിരിക്കണമെന്ന് അറിയില്ല. ഒരു പ്രത്യേകതരം കെട്ടാണ്. അപ്പോൾ കെട്ടൊക്കെ അപ്പോൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീനെ കുടിപ്പിക്കാൻ അതാ ഞാൻ വൈക്കോലിൽ ഇങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞു. അല്ല അപ്പോൾ ഇങ്ങനെ ഇടാറ്. പശുവിനെ കുഞ്ഞു പശുവിനെ പാല് കുടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി നന്നായി കുടിപ്പിക്കുക. അപ്പോൾ ഒറ്റ കറവിൽ തന്നെ നമുക്ക് കിട്ടും. ഞങ്ങൾ ചില സമയത്ത് പാല് കിട്ടാണ്ടാവുമ്പോൾ 2 തവണയൊക്കെ കുടിപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് കറക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ വെള്ളമൊക്കെ അപ്പുറത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുടി ഓ ഇവള് വരില്ല പറഞ്ഞിട്ട് വാശി കാണിച്ചപ്പോൾ നന്നായി ചുരുക്കി കെട്ടിക്കോട്ടാ. ഇവൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളെ പുറത്ത് കെട്ടണം. ഞാൻ കേട്ടാ ശരി. അപ്പോൾ അത് അകിട് കഴുകുന്ന കലാപരിപാടിയാണ്. കാല് ചെറുതായിട്ടൊന്ന് പൊക്കുന്നുണ്ട്. ശരി, നമുക്ക് പാല് കറന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പാല് കറക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇവളുടെ ഇപ്പോഴത്തെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് കലാപരിപാടി ആരംഭിക്കുകയാണ്. ഈ കുട്ടീനെ ഞാൻ വെളിയിൽ കിട്ടിയിടാനല്ലേ അപ്പൂ പറഞ്ഞു. അപ്പൂ നിൽക്കട്ടെ, മാറിക്കോട്ടാ. ഇതിന് വെളിയിൽ കെട്ടിയിട്ട് ഇത് പാല് കുടിക്കാൻ വന്നിരിക്കുന്നു. അതല്ലേ ഞാൻ വെളിയിൽ കെട്ടി പറഞ്ഞത്. അവിടെ എത്തി അപ്പോൾ നമ്മൾ കുഞ്ഞു പശുവിനെ കുടിപ്പിച്ചിട്ട് വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടാണ്. അവൾ ബാക്കിൽ കെട്ടുമ്പോൾ അവൾ ഇത്രയ്ക്ക് ഇറങ്ങി നിൽക്കില്ലേ. അതുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് അവൾ ബാക്കിൽ കൂടെയൊക്കെ പാൽ കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പിന്നെ കാലുകൊണ്ട് കൊതറൊക്കെ ചെയ്യണ്ട. അപ്പോൾ പിന്നെ പാൽപാത്രമൊക്കെ അങ്ങനെ രാവിലെ തെറിച്ച് പോയത്. അപ്പോൾ കുറേശ്ശെ കറന്നിട്ട് അതിൽ ഒഴിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ 1/2 ലിറ്റർ പാലാണെങ്കിൽ കൂടെ അവൾ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോൾ കുറേശ്ശെ കറന്ന് പാൽപാത്രത്തിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂ പാലം കറക്കുന്നത് നോക്കി ഞാൻ നിൽക്കുകയാണ്. അപ്പൂ പെണ്ണുങ്ങളും ഫാസ്റ്റായിട്ട് കറക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അപ്പൂൻ്റെ കയ്യിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൂ ഇപ്പോൾ അവൾ ചവിട്ടാണ്ട് അപ്പൂ കറക്കുമ്പോൾ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പൂ തന്നെ കറക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കറന്നു കഴിഞ്ഞാൽ ചവിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ്. വന്നപ്പോൾ തൊട്ട് ഞാൻ തന്നെയാണ് കറന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ അകിടിൽ പ്രശ്നമൊക്കെ ഒന്ന് മാറി അവൾ പഴയ രീതിക്ക് നമ്മുടെ അടുത്ത് സഹകരിക്കുമ്പോഴേ ഇനി എനിക്ക് കറന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ പാല് കറവ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു പശുവിന് വെളിയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവൾ ഇവിടെ നിന്നിട്ട് എത്തി പാൽ കുടിക്കുമ്പോൾ അവൾ വീണ്ടും ചവിട്ടും. അങ്ങനെയാണ് രാവിലത്തെ പാല് തട്ടിക്കളഞ്ഞത്. അവൾ ഇവിടെ നിന്ന് കുടിച്ചിട്ട് അപ്പോൾ അപ്പുറത്ത് നിന്ന് കറക്കൊന്നുമുണ്ടായിരുന്നു. അപ്പോൾ പാല് കറന്നു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പാല് കറക്കട്ടെ. അപ്പോൾ നമ്മൾ പാലൊക്കെ കറന്നതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ പാല് കറന്നു കഴിഞ്ഞതും അവളുടെ സ്ഥാനത്ത് പോയി നിന്നിട്ടുണ്ട്. ഇനി കുഞ്ഞു പശുവിനെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾക്ക് കറക്കാൻ പറ്റാത്ത ചില കുറച്ച് പാലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കുട്ടി കുടിച്ചെടുക്കട്ടെ. കാരണം ഇനി നീര് വരാണ്ടിരിക്കാൻ. കഴിഞ്ഞില്ലേ ഇപ്പോൾ? കഴിഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. ഇനി നമ്മൾ കുഞ്ഞു പശുവിനെ ഏൽപ്പിച്ചിട്ട് പാല് ഫുള്ളും കുടിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞു പശുവിനെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ കുടിക്കട്ടെ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.